ലാൽ സലാം മോഹൻലാൽ നായകനെത്തുന്ന ബറോസ് എത്താൻ 9 ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തമിഴിലെ റിലീസ് ഉണ്ടായിരുന്നു. ഇനി സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൽ ആശീർവാദ് സിനിമാസ് തന്നെയാണ് സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ MSM മൂവി ട്രേഡേഴ്സാണ്. തെലുങ്കിൽ മൈത്രി മൂവി മേക്കേഴ്സ്. മൈത്രി മൂവി മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, പുഷ്പ ആരാണ് തെലുങ്ക് മാത്രമല്ല വേൾഡ് വൈഡായിട്ട് ഓടിക്കുന്നത്. അതിനകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മൈത്രി മൂവീസ് തന്നെയാണ്. തെലുങ്കിലാണ് അവർ പുഷ്പ ഓടിക്കുന്നത്. അവർ തന്നെയാണ് ബറോസ് ഏറ്റെടുത്തിരിക്കുന്നത്. കർണാടകയിൽ PVR ഇനോക്സ് ആണ്. നോർത്തേൺ ഏരിയയിൽ പെൻ സ്റ്റുഡിയോസാണ്. പെൻ സ്റ്റുഡിയോസാണ് ദുൽഖറിൻ്റെ സഹിതമുള്ള ഹിന്ദി സിനിമകൾ ഓടിച്ചിരുന്നത് എന്നുള്ള ചുപ്പ് എന്ന സിനിമ പെൻ സ്റ്റുഡിയോസ് ആയിരുന്നു എന്നുള്ളത്. അതായത് മികച്ച ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെയാണ് ബറോസ് ഏറ്റെടുത്തിരിക്കുന്നത്. സിനിമ പക്ക 3Dയിൽ വരുന്ന ചിത്രമാണ്. അതായത് എല്ലാ സ്ഥലങ്ങളിലും സിനിമ വരുന്നത് 3Dയിൽ മാത്രമായിട്ടാണ്. ഇവിടെ ഒരു 2D സിനിമ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയല്ല ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് 3D ഫോർമാറ്റിൽ തന്നെയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ ഗംഭീരമായിട്ടുള്ള ലെവലിലാണ് റിലീസിനൊരുങ്ങുന്നത്. UK ഓൾറെഡി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ വിദേശ രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ മികച്ച ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 150 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി ഇന്ന് പുറത്ത് വരുന്ന ഡീറ്റെയിൽസ്. എന്താണേലും ബഡ്ജറ്റല്ല ഇവിടെ വരുന്നത്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ നൂതനമായ ഒരു സിനിമ തന്നെയായിരിക്കും. ലാലേട്ടൻ തന്നെ ഇന്ന് ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി പറയുകയുണ്ടായി, മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നൂതനമായ രീതിയിൽ ഇന്ത്യൻ സിനിമയെ എത്തിച്ചേക്കുന്നതാണ്. ചെറിയ ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ്. ആദ്യമായിട്ട് 70mm വന്നത് മലയാള സിനിമയിലാണ്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് 3D വന്നത് അങ്ങനെയാണ്. ആദ്യമായിട്ട് വിദേശീയരുമായിട്ട് ഇന്ത്യൻ സിനിമയിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടന്നതും മലയാളത്തിലാണ്. അതായത് വാനപ്രസ്ഥത്തിൽ അദ്ദേഹമാണ് ഫ്രഞ്ചുമായിട്ട് ഈ ഒരു ലെവലിൽ ഉള്ള ഒരു കൊളാബറേഷൻ കൊണ്ടുവന്നത്. വീണ്ടും മോഹൻലാൽ 3Dയിൽ ഒരു ചിത്രം എടുക്കുമ്പോൾ അത് ഇതുവരെ ഇല്ലാത്ത ലെവലിലുള്ള മറ്റൊരു ചിത്രമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ മികച്ച ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സിനിമ എടുക്കുമ്പോൾ സിനിമ അതിഗംഭീരമായ ഒരു വിജയമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളെ തന്നെയാണ് സിനിമ ലക്ഷ്യമിടുന്നത്. 3D എന്നുള്ള ആ ഒരു ദൃശ്യവിസ്മയത്തെ, അതായത് വെറുതെ കണ്ണിൽ വന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങളായിട്ടല്ല, അതിൻ്റെ ഒരു വ്യത്യസ്തത പുലർത്തുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ സിനിമ വരുന്നത്. ഈ സിനിമയിൽ സന്തോഷ് ശിവനാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ആ ഒരൊറ്റ കാര്യം തന്നെ മതി ഇതൊരു ദൃശ്യവിസ്മയമാകാൻ. അപ്പോൾ മോഹൻലാലിൻ്റെ പ്രകടനവും ഒരു പിടി വിദേശ താരങ്ങളുടെ പ്രകടനവും ഒന്നിച്ച് ചേർന്ന് വരുമ്പോൾ ഇത് മറ്റൊരു ദൃശ്യവിസ്മയമായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ എവിടെയാണ് ഈ ഒരു സിനിമ കാണാൻ പോകുന്നത് എന്ന് കമൻസിലൂടെ പറയാം. ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് തരാം. താങ്ക് യു ബ്രോസ്.